കരിപ്പൂർ വിമാനത്താവളത്തിനെ തകർക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് നടത്തിവരുന്ന അനിശ്ചിതകാല സത്യാഗ്രഹം 4ാം ദിവസത്തിലേക്ക്. സമരത്തിന് പിന്തുണയുമായി CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ അടക്കമുള്ളവർ പന്തലിലെത്തി. കരിപ്പൂർ വിമാനത്താവള റൺവേ നവീകരണം യുദ്ധകാലാടിസ്ഥാനത്തിൽ ആരംഭിക്കുക, ഇടത്തരം വിമാന സർവീസുകൾ ഉടൻ ആരംഭിക്കാൻ അനുവാദം നൽകുക, ഹജ്ജ് ക്യാമ്പ് കോഴിക്കോട് തന്നെ നിലനിർത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അനിശ്ചിതകാല സത്യാഗ്രഹം. സത്യാഗ്രഹ സമരം 4ാം ദിവസത്തിലേക്ക് കടന്നതോടെ പിന്തുണയുമായി CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ, MK രാഘവൻ MP ഉൾപ്പെടെയുള്ളവർ സമരവേദിയിലെത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. എയർപോർട്ടിനെ മെല്ലെ മെല്ലെ ഇല്ലാതാക്കുക എന്ന ഒരു ഗൂഢോദ്ദേശം ഇതിൻ്റെ പിന്നിലുണ്ടോ എന്ന് ശങ്കിച്ചാൽ, അങ്ങനെ ശങ്കിക്കുന്നവരെ ആരെയും കുറ്റം പറയാൻ പറ്റാത്തതാണ് അവസ്ഥ. മലബാർ മേഖലയിലുള്ള MP-മാരുടെ, ബന്ധപ്പെട്ട സിവിൽ ഏവിയേഷൻ ഉദ്യോഗസ്ഥന്മാരുടെ, ബന്ധപ്പെട്ട എയർപോർട്ട് ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിക്കാൻ സമ്മതിച്ചിരിക്കുന്നു. ആ യോഗത്തിൽ വെച്ച് നമുക്ക് എന്തെങ്കിലും അന്തിമമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സും മലബാർ ഡെവലപ്മെന്റ് ഫോറവും സംയുക്തമായാണ് സത്യാഗ്രഹം അനുഷ്ഠിക്കുന്നത്. കരിപ്പൂർ വിമാനത്താവളത്തിന്റെ റൺവേ റീകാർപ്പറ്റിംഗ് പ്രവർത്തനങ്ങൾ വൈകിപ്പിക്കുന്നതിലൂടെ വിമാനത്താവളത്തെ അടച്ചുപൂട്ടിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നാണ് സമരസമിതി പ്രവർത്തകരുടെ ആരോപണം. റിപ്പോർട്ടർ, കോഴിക്കോട്.